ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിയാക്റ്റിൽ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഹുക്കിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കത് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റിൻ്റെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇമ്പോർട്ട് പറയുക, ഇവിടെ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മതി. സോ നമ്മൾ ആ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അതിന് ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ബട്ടണിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. അത് നമുക്കിവിടെ യൂസ് സ്റ്റേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം യൂസ് സ്റ്റേറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റിനെ അങ്ങ് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് മീ വരണം. അപ്പോൾ നമുക്ക് കർലി ബ്രാക്കറ്റ് ഇടുക. ഇവിടെ നമുക്കൊരു വേരിയബിൾ വയ്ക്കാം. BTN ടെക്സ്റ്റ് എന്ന് പറയാം, ബട്ടൺ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്കിവിടെ ഓൺ ക്ലിക്ക് പറയണം. നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം. ഇവിടെ നമുക്ക് യൂസ് സ്റ്റേറ്റ് ഹുക്ക് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യാൻ നമ്മൾക്കിവിടെ കോൺസ്റ്റ് പറയുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പറയുക. അതിനകത്ത് നമ്മൾ ബട്ടൺ ടെക്സ്റ്റ്, ഇതാണ് വേരിയബിൾ. ഇതിനെ സെറ്റ് ചെയ്യാനുള്ളൊരു ഫങ്ഷൻ നമ്മൾ സെറ്റ് BTN ടെക്സ്റ്റ് എന്ന് പറയുക. BTN ടെക്സ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഒന്ന് ബട്ടണിൻ്റെ ടെക്സ്റ്റ്, ഇത് അതിനുള്ള ഫങ്ഷൻ. ഇവിടെ ഈക്വൽ നമുക്ക് യൂസ് സ്റ്റേറ്റ് പറയുക. ഇവിടെ ക്ലിക്ക് മീ എന്ന് പറയുന്നു. അത് ടെക്സ്റ്റായിട്ട് വരും. നമുക്കിതൊന്ന് റൺ ചെയ്തിട്ട് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ അത് നമുക്ക് ക്ലിക്ക് മീ എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓൺ ക്ലിക്ക് പറയാം. ഇവിടെ നമുക്ക് ഈ സെറ്റ് BTN ടെക്സ്റ്റ് എന്നുള്ള ഫങ്ഷൻ നമുക്കിവിടെ കോൾ ചെയ്യാം. ഇവിടെ കോൾ ചെയ്യുന്നതിൻ്റെ രീതി ശ്രദ്ധിക്കണം. ഇവിടെ ഫങ്ഷൻ ഇങ്ങനെയാണ് കോൾ ചെയ്യേണ്ടത്. കർലി ബ്രാക്കറ്റിനകത്ത് ഒരു ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, ദെൻ ഫങ്ഷൻ്റെ പേര്. ഇനി നമുക്ക് എന്താണ് പാരാമീറ്റർ, ഞാനിവിടെ ക്ലിക്ക്ഡ് എന്ന് കൊടുക്കുന്നു. സോ ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്കതൊന്ന് ഇപ്പോൾ നമുക്ക് ആക്ഷൻ കൊടുത്ത് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന യൂസ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഫങ്ഷൻ നമുക്കിങ്ങനെ നേരിട്ട് കോൾ ചെയ്യാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിതിലൊന്ന് റിഫ്രഷ് ചെയ്യുന്നു, ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ, അത് ക്ലിക്ക്ഡ് എന്നായി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിങ്ങനെ യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കാം.